ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും പരിപ്പും കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചാണ് വേവിക്കുന്നത്. ആ പരിപ്പ് 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങ ഇതേപോലെ അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 തൊട്ട് 1/2 വരെ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിലടിച്ചാൽ മതിയാവും. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കാന്താരി മുളക്, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു 2 നുള്ളി ചെറിയ ജീരകം. ഇത്രയും ഇട്ടതിന് ശേഷം അത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഒരു വിസിലടിച്ചപ്പോൾ 2 ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ബൗൾ കഴുകിയിട്ട് ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കാം. ഇപ്പോഴും നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം. വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാൽ കുഴപ്പമില്ല. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിള വരണത് വരെ ഒന്ന് അടുപ്പത്ത് വയ്ക്കണം. ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീ ഓഫാക്കി. ഇനി അതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തീ ഓഫാക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്യുക. കറി കാച്ചിയതിന് ശേഷം മൂടി വയ്ക്കുകയാണെങ്കിൽ ആ സ്മെല്ല് പോകാതെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.